ഇന്ന് ഞാൻ കൊണ്ടാട്ട മുളകാണ് ഉണ്ടാക്കണത്. തൈര് മുളക്. ഇത് ഓരോന്ന് നീളത്തിൽ കീറണം. ഗ്ലൗസ് ഇട്ട് ചെയ്യണതാണ് നല്ലത്, അല്ലെങ്കിൽ കൈ പുകയും. ഒരു 2 കിലോ മുളകാണ് ഇത്. അതായത് വണ്ണം കുറഞ്ഞ സൈസ് മുളക് വാങ്ങിക്കാവൂ, അല്ലെങ്കിൽ ഇത് ഉണങ്ങി കിട്ടാനായിട്ട് ഇത്തിരി വൈകും. പാല് നമ്മൾ തന്നെ ഉറൊഴിക്കണം കേട്ടോ. അതിനകത്ത് പാട മാറ്റിയ തൈരിലേക്ക് ഉപ്പിട്ട്, ഞാൻ കടകോലിന് ഉണ്ടാവും മോരൊക്കെ കലക്കുള്ളൂ, മിക്സിയിലിട്ട് അടിക്കാറില്ല. ഉപ്പും കൂടി ഇട്ടിട്ട് അത് കലക്കാം. ഇത് കുറേച്ച ഓരോ പാത്രത്തിലിട്ട് പുരട്ടാം. രാത്രി ഫുള്ള് ഇത് പുരട്ടി വെക്കണം കേട്ടോ. എന്നിട്ട് നേരം വെളുത്ത് കഴിയുമ്പോൾ ഒരു കൊട്ടയിലേക്ക് ഇത് കോരാം. ബാക്കി തൈര് ആ മംഗലത്തിലേക്ക് തന്നെ ഒഴിച്ച് വെച്ചിട്ട് ഇത് നമുക്ക് വെയിലത്തേക്ക് ഇടാം കേട്ടോ. വെയിലത്തിട്ട് ഉണക്കിയിട്ട് വൈകുന്നേരം വീണ്ടും ഇത് ഒഴിക്കാം. ഇത് 7 ദിവസമാണ് ഇത് മുക്കി ഉണക്കേണ്ടത്. അപ്പോൾ ഇത് തീർന്നു പോയതിൻ്റെ ഇടയ്ക്കേ നമ്മുടെ തൈര് തീർന്നു പോകും. അപ്പോൾ വീണ്ടും പാല് വാങ്ങിച്ചൊറൊഴിച്ച് വീണ്ടും ഒഴിക്കാം കേട്ടോ. അങ്ങനെ നല്ല ക്രിസ്പി ആയിട്ട് ഉണങ്ങി കിട്ടും. കുറച്ച് അതുമൊക്കെ പിടിച്ചിരിക്കും, പക്ഷേ അത് വറുത്ത് കഴിയുമ്പോഴാണ് അത് കരിഞ്ഞു പോണത്. ആ തൈരെല്ലാം ഉണങ്ങി പൊടിഞ്ഞ് ഇരിക്കണം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചെറുതീരിട്ട് വറക്കാവൂ. എന്തായാലും ആ തൈര് പിടിച്ചിരിക്കണത് കരിയും. അപ്പോൾ അത് വളരെ സൂക്ഷിച്ച് വറക്കാവൂ. ഇത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ 1 കിലോ 2 കിലോ മുളക് നമ്മുടെ സൗകര്യത്തിന് ഈ വേനൽക്കാലത്ത് ഉണക്കി സൂക്ഷിച്ച് വെക്കാം. അപ്പോൾ വർഷക്കാലത്തേക്ക് നമുക്ക് എപ്പോഴും ഇത് വറുത്ത് കഴിക്കാൻ പറ്റും. നല്ല ടേസ്റ്റാണ്. തൈര് കൂട്ടിയാണ് ഇത് കഴിക്കണത്. പാകത്തിന് വറുത്തെടുക്കണം. ആ ലൈറ്റ് കളർ മാറി കുറച്ച് ഡാർക്കിലേക്ക് വരണം. അപ്പോഴാണ് അത് കറക്റ്റ് മുരിഞ്ഞ് കിട്ടുള്ളൂ. കട്ടത്തൈര് കൂട്ടി, ഈ കട്ടത്തൈരും ഈ മുളകും മാത്രം മതി ചോറ് കഴിക്കാനായിട്ട്.